നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആകാശവാതിലുകൾ തുറന്ന് ദുബായ് കാത്തിരിക്കുന്നതായുള്ള നിർദ്ദേശങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. കൊറോണ വ്യാപനത്തിലും പ്രതീക്ഷകൾ ഒരിക്കലും കൈവിടരുത് എന്ന് ലോകം നമുക്ക് മുന്നിൽ നൽകുന്ന ഉദാഹരണങ്ങളിൽ ഒരു ഏടാകുകയാണ് UAE. അതേസമയം ആ പ്രതീക്ഷ എല്ലാവർക്കും ഒന്നുപോലെയാക്കണമെന്നില്ല. അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിൽ താൽക്കാലികമായി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇറാൻ, നേപ്പാൾ എന്നീ രാജ്യത്തു നിന്നുള്ള യാത്രക്കാർക്കാണ് കുവൈറ്റിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊമേഴ്സ്യൽ വിമാന സർവീസ് ആരംഭിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒഴികെയുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് വരാൻ മന്ത്രിസഭ അനുമതി നൽകിയതായി ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ വ്യക്തമാക്കി. കുവൈറ്റ് വ്യോമയാന വകുപ്പും ഇക്കാര്യം ട്വിറ്ററിലൂടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അവധിക്ക് നാട്ടിൽ പോയി വിമാന സർവീസ് നിലച്ചതിനാൽ തിരിച്ചുവരാൻ കഴിയാതെ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം നൽകുന്നത്. 4.5 മാസമായി കുടുങ്ങിക്കിടക്കുന്ന ഇവർ ഓഗസ്റ്റിൽ വിമാന സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയായിരുന്നു. ഇതിൽ ചിലരുടെ കുടുംബം കുവൈറ്റിലാണുള്ളത്. അടിയന്തര ആവശ്യങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് പോയി കുടുങ്ങിയവരാണ് ഇവർ. ഇനിയും തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി നഷ്ട ഭീഷണി നേരിടുന്ന നിരവധി പേരാണ് ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിയിട്ടുള്ളത്. വ്യോമഗതാഗതം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കുവൈറ്റ് വ്യോമയാന വകുപ്പ് ചർച്ച നടത്തിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വൈകാതെ പ്രശ്നം പരിഹരിച്ച് പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് തിരിച്ചുവരവിന് സാധ്യത ഒരുക്കുമെന്നാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.